ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈഫ പറ. ആയി ശരി, നീ പറ. ഞങ്ങൾ ടൗൺ സെന്റർ ഫുൾ കറങ്ങാൻ പോവുകയാണ്. അതെ ഗൈസ്, ഞങ്ങള് ഫുള്ളല്ല, ടൗൺ സെന്റർ ഇന്ന് നോർത്ത് ആംപ്ടൺ ടൗൺ സെന്ററിലൂടെ ജസ്റ്റ് ഒരു ടൂർ ഇൻസൈഡ് ദ നോർത്ത് ആംപ്ടൺ ടൗൺ സെന്റർ. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ മാർക്കറ്റിൽ പോകണം, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം അല്ലേ. നോമ്പല്ലേ, അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടൗൺ സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് നേരെ നമ്മളൊരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് അങ്ങനെ ഞങ്ങൾ എവിടെത്തും, ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്, അവിടെ കുറച്ച് കർഷകരുടെ ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വാങ്ങാൻ വിചാരിച്ചു. എപ്പോഴും സൂപ്പർ മാർക്കറ്റിലല്ലേ പോയി വാങ്ങുന്നത്, ഒരു ചേഞ്ച്. എന്താണ് ചേഞ്ച് ഇഷ്ടമല്ലേ? വളരെ ഇഷ്ടമാണല്ലേ? പോവല്ലേ? ഓക്കെ വാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷം പുറത്തേക്കൊക്കെ ഒന്നിങ്ങനെ ഇറങ്ങിയതാണ്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തണുപ്പായിരുന്നു, അതുകൊണ്ട് ഹൈഫേന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങലില്ല. ഇന്നാണിപ്പോൾ ഒന്ന് കുറച്ചിങ്ങനെ വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നോമ്പ് തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര തണുപ്പായതുകൊണ്ടേ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയില്ല. വെയിൽ വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു ഔട്ടിങ്. കാരണം ദൂരേക്കൊന്നും പോകാൻ വയ്യ, നോമ്പെടുത്ത് അതിൻ്റെ ക്ഷീണവും എല്ലാം കൂടെ. പിന്നെ ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ പള്ളികളും കാര്യങ്ങളൊക്കെ കുറവാണ്, അതുകൊണ്ട് എവിടെയെങ്കിലും പോയി നോമ്പ് തുറക്കാന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടായ കാര്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെ തിരിച്ചെത്തണം. ഇവിടെ നോർത്ത് ആംപ്ടണിലുള്ള പള്ളി നടന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ മുന്നേ വന്ന കടയിലെത്തി, അർഗോസ്. ഇവിടുന്നാണ് ഞങ്ങൾ ഈ ക്യാമറ വാങ്ങിയത്. അങ്ങനെ ഇനി ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് ദൂരം നടക്കാണ്ട്. ക്ഷീണിക്കുമോ? ഈ തന്നെ നോമ്പൊക്കെ എടുത്തിട്ട് ഇരിക്കല്ലേ. ഞങ്ങളിപ്പോൾ ഉള്ളതൊരു വാക്കാണ്, കാർ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്, നടന്നിങ്ങനെ പോകണം. എന്താണ് ഒന്നും പറയാത്ത? സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് കുറേ പറയണം പറഞ്ഞിട്ട് വന്നാണല്ലേ, ഇപ്പൊ പറയാനൊന്നും കിട്ടുന്നില്ല. പാവം, അതെ, പ്രാവ് കണ്ടാലും എന്ത് കണ്ടാലും വാവ് എന്താ മറ്റേ റൂം ചിക്ക് വാവോ പറയുന്ന പോലെയാണ്. ഞാൻ ക്യാമറ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. കള്ളന്മാരുടെ ശല്യം ഭയങ്കര കൂടുതലാണ് ഇവിടെ. കള്ളന്മാരുടെ പറയുന്ന കേൾക്കുന്നത്, കള്ളന്മാരുടെ ശല്യം വളരെ കൂടുതലായതുകൊണ്ട് ഹൈഫ ഫോണൊക്കെ എൻ്റെ പോക്കറ്റിൽ നിറച്ചു. പോക്കറ്റിൽ മൊത്തം സാധനങ്ങളാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴാണ് സാധനം പോകാനൊന്നും പറയാൻ പറ്റില്ല. പ്രൊട്ടക്ഷൻ വളരെ കുറവാണ്. വേണ്ട, മാർക്കറ്റിൽ ഇങ്ങനെ വന്നിരിക്കുന്ന എല്ലാ ഐഫോണുകളും സെക്കൻഡ്സ് ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അത് 15 അല്ലേ, ഞങ്ങൾക്ക് ഔട്ട്ഡേറ്റ് ഉണ്ട്. അവൾക്ക് അതിനെക്കാട്ടും നല്ല ഫോണുണ്ട്. ഇതൊക്കെയാണ് നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റ്സ്. വെജിറ്റബിൾസ്, കാര്യങ്ങൾ, ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു ഷോപ്പാണ് ഇവിടെ. അവിടെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഷോപ്സുകളുണ്ട്. എന്താ പറഞ്ഞു? എല്ലാം കിട്ടും ഇവിടെ, കിട്ടായി ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം ടൗൺ സെൻറ്ററിൻ്റെ ഒരു ഇതെത്തി. ഇതാണ് ഗോൾഡ് സ്ട്രീറ്റ്. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോകണം, അവിടെയാണ് ടൗൺ സെൻറ്ററിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് അപ്പുറ സൈഡിലേക്ക് പോവാം. ഇവിടെയാണ് കേരള സ്റ്റോർ ഉണ്ടായിരുന്നു, ഹോട്ടൽ, അതൊക്കെ പൂട്ടിപ്പോയി ഉണ്ട്. അവിടെയാണ് നമുക്കൊരു കേരള സ്റ്റോർ ഉണ്ടായിരുന്നു, പിന്നെ അത് അവിടെ ഒരു കേരള സ്റ്റോർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കേരള ഫുഡ്സും കാര്യങ്ങളും കിട്ടുന്ന ഓരോ സ്റ്റോറുകളാണ്. എന്താണ് ഇപ്പം ഒന്നും മിണ്ടാത്ത? എന്താ സുഖം ഉണ്ടോ? നമ്മളങ്ങനെ നടക്കലില്ല അല്ലേ, വണ്ടിയിലുള്ള യാത്ര ആയതുകൊണ്ട് നടത്തം കുറവാണ്. അതുകൊണ്ട് ഹൈഫയൊക്കെ എന്താ പറയുക, ഒരു 2 നടക്കുമ്പോഴത്തേനും ക്ഷീണിച്ചിക്കണു. ജസ്റ്റ് ഒരു വാക്കും ആവും അല്ലേ. അന്ന് നമ്മൾ നടന്ന അവിടെ ആ റെസ്റ്റോറൻറ്റ് ലേക്കിലൂടെ അല്ലേ, അത് കൂടെ കുറച്ച് നടന്നു. ഇന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ കസിനോസ് ഉണ്ട്, അത്യാവശ്യം കസിനോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ കുറേ കസിനോ ഇഞ്ചി കളിക്കണ്ടടി, പിന്നെയുള്ള കാശ് അവിടെയും കൊണ്ടേ കളയണം. ഏകദേശം നടന്ന് ഞങ്ങളിത് അവിടെ എത്തി. ഇതാണ് ടൗൺ സെൻറ്ററിൻ്റെ അടുത്തൊരു സ്റ്റാർട്ടിങ് പോയിന്റ്. ഈ പറഞ്ഞ റോഡ് കൂടെ അങ്ങനെ എല്ലാ വണ്ടികൾക്കും വരാൻ പറ്റില്ല, പ്രൈവറ്റ് വണ്ടികൾക്കൊക്കെ ലിമിറ്റഡ് ആക്സസ് ആണ്. നമ്മൾ കയറുകയാണെങ്കിൽ തന്നെ ആ റൂട്ടിൽ നിന്ന് ഇങ്ങനെ വരണം. ഇതാണ് ടൗൺ സെൻറ്ററിൻ്റെ സ്റ്റാർട്ടിങ്.
ഇതൊരു ബാങ്കാണ്, ലോയിഡ്സ് ബാങ്ക്. പിന്നെ അതൊരു ചർച്ച്. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോറി, ഇവിടെയാണ് ഹൈഫ വരലില്ലേ. നമ്മൾ എവിടെ വണ്ടി എടുത്തില്ല, ഓർമ്മ ഉണ്ടോ? ആ പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി എടുത്തു. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ നടക്കണം. ഇന്നിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേ പാർക്കിംഗ് ആണ്. അപ്പോൾ അപ്പുറത്ത് ഫ്രീ പാർക്കിംഗ് ഉണ്ട് 2 മണിക്കൂർ. അപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തി അങ്ങനെ നടക്കണം. ഇവിടെ ജർമ്മൻ ഡോൺ കബാബ്, മാക്ഡൊണാൾഡ്സ്, പിന്നെ ടാക്കോ ബെല്ല്, KFC, അങ്ങനെ കുറേ ഫുഡ് കോർട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതിൽ കൂടെ അങ്ങനെ പോകണ്ട, നമുക്ക് ഇങ്ങനെ പോവാം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാം. ഇങ്ങനെ പോവാം, ഇങ്ങോട്ട് പോവാം. ഇത് ശരിക്കും ഫ്രണ്ടിൽ കിടക്കും. ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ നിനക്ക് വഴി മാർഗനിർദ്ദേശം തരാം. നടന്നോ, അങ്ങനെ പോയിക്കോ. എന്ത് അങ്ങനെ നടക്ക്. എന്തേ ഒപ്പം നടക്കണം വേണ്ട? ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ തിരിക്കേണ്ടി വരും. കാരണം ഹൈഫ് എൻ്റെ കൈ പിടിച്ചിങ്ങനെ നടക്കണം എന്നാണ് പറയണെന്ന്. ഓരോ ആഗ്രഹങ്ങളല്ല, അതറിയില്ല. ചിലപ്പോൾ വല്ല അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും. പരിപാടി കഴിയുന്നത് കീറിയിരിക്കും. നമ്മളിങ്ങനെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇന്നൊരു മൂഡ് ഔട്ടാണല്ലോ? എന്ത് പറ്റി? നോമ്പ് കാലത്ത് ഫുഡ് നോക്കാൻ പാടില്ല. നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഫുഡൊക്കെ നമുക്ക് രാത്രിയല്ലേ, സമയമുണ്ട്. ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് നോമ്പ് തുറക്കാൻ. ഇപ്പൊ നമുക്ക് നമ്മൾ എന്തിനാ വന്നിന്ന്? ജസ്റ്റ് ഒരു നടത്താം. ടൗൺ സെന്ററിൽ കൂടെ അങ്ങനെ നടക്കുക. അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും. മുളക് ബജി വേണം പറയുന്നുണ്ടല്ലേ കുറച്ച് ദിവസമായിട്ട്. മുളക് കിട്ടുമോ നോക്കണം, ബജി ഉണ്ടാക്കാൻ. എവിടെ? അവിടെ. അപ്പൊ നമുക്ക് എന്തായാലും വാങ്ങാം. ഓക്കെ, ഇതാണ് നമ്മൾ ടൗൺ സെന്ററിന്റെ. ഇതുവരെയാണ് വണ്ടികൾ വരുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇത് ആ ഒരു ഏരിയയിലും കൂടി ഉണ്ടാവും. കുറച്ച് അങ്ങോട്ട് പോയിക്കണം, പിന്നെ അവിടെ നിന്ന് പുറത്ത് നടക്കണം. ഇതാണ് നമ്മളുടെ ഓപ്പൺ മാർക്കറ്റ്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സ്ക്വയർ. ഇവിടെ കുറേ ഷോപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലോസ്ഡ് ആയോ? ഇപ്പം തന്നെ ഒന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയില്ല. ഇവിടെയാണ് മറ്റേ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ കുറച്ച് എനിക്കൊന്ന് കഴിഞ്ഞ മാസമാണ് അല്ലേ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അറിയില്ല, വേണ്ടി നൈസ് സ്കൂട്ട് ചെയ്താ. ഞാൻ അവിടെ പോയിട്ട് വേണം വീണിട്ട് വല്ല ഇതാക്കാൻ. അല്ലെങ്കിലോ ഓൾക്ക് എന്തില്ല ഒരു ഐഡിയ ഇല്ല എങ്ങനെ നടക്കണ്ടത് തന്നെ. അപ്പൊ തടഞ്ഞു വീഴും. എന്നിട്ട് വേണം ഇനിയിപ്പോ മറ്റേ ഷൂ ഒക്കെ ഇട്ട് സ്കേറ്റിംഗ് ചെയ്യാൻ പോണത്. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും നമുക്ക്. ഞങ്ങളതെല്ലാം അവൈലബിൾ ആണ്. സെക്കൻഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. മോഷ്ടിച്ച് കൊണ്ടുവരുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. 17 Pro Maxന് 1150 പൗണ്ട്. 1150 പൗണ്ട് ഓറഞ്ച് കളർ. 1150 പൗണ്ട് പറഞ്ഞാൽ നാട്ടിലത്തെ ഏകദേശം 1.30 1,30,000 മേലായി. 1,30,000 1,40,000 അടുത്തൊക്കെ ആയി ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ടൗൺ സെന്റർ എത്തി. ദിസ് ഈസ് നോർത്ത്ഹാംപ്ടൺ ടൗൺ സെന്ററിന്റെ. നിങ്ങളിങ്ങനെ നടന്ന് ഇവിടെ ഏകദേശം ഇങ്ങനെ വന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കണം. ഇതെന്താ? നൂഡിൽസ് ബാറോ? നൂഡിൽസ് ബാറും കാര്യങ്ങളും ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് എന്താ പറയാ, ഇത് ഇരിക്കാനടി. അത് ഹോം ഡെക്കോർ. ആ കാണുന്ന ഷോപ്പ് അത് എനിക്കറിയില്ല. ഇതുണ്ട്, ഇത് ഹോം ഡെക്കോർ. ഇതൊക്കെ പുതിയ ഷോപ്പ് വന്നത്, അതൊന്നും മുന്നേ അവിടെ ഉണ്ടായില്ല. HSBC ബാങ്ക്, അതിന് ടെസ്കോൻ്റെ എക്സ്പ്രസ്. ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം കള്ളന്മാരാ ഈ ടെസ്കോയില്. എൻ്റെ അമ്മ എത്ര നേരം ഇവിടെ പുറത്ത് നിൽക്കുക. ഇല്ല, കണ്ടിരുന്നു. നമ്മളുണ്ടാവാൻ ഉള്ളിക്കൊന്നും വരില്ല. ഇത് കൂടെ അങ്ങനെ നടക്കണം, കുറേ നടക്കാനുണ്ട്. ഇവിടെ വർക്ക് നടക്കണം, ഇപ്പോഴും വർക്ക് ചെയ്തിട്ടില്ല. അവിടെ ഉണ്ടാ കുറേ വർക്ക് നടന്നുകൊണ്ടിരിക്കേ. ആ വോഡാഫോൺ, ആ കോർണറിൽ വോഡാഫോൺ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ടൗൺ സെൻറ്റർ. ഇപ്പോൾ ഏകദേശം നമ്മൾ പെട്ടെന്ന് നടന്നു ടൗൺ സെൻറ്ററിൽ കൂടെ. ഇത് നമുക്ക് ഇങ്ങനെ നടന്നിട്ട് എന്താ ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ ചുറ്റിപ്പോയിട്ട് ആ ഗ്രോസ്നോർ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ടെന്ന്. ആ ഷോപ്പിംഗ് സെൻറ്ററിനുള്ളിൽ കൂടെ അങ്ങനെ പോയിട്ട് നേരെ ഇവിടെ നമുക്ക് മറ്റേ ഇതിൻ്റെ ഗെയിംസ് ഉണ്ട്. ഇത് തുടങ്ങിയിട്ടില്ല, തുടങ്ങണുള്ളൂ. ആൾക്കാർ കാണികൾ നിൽക്കുന്നു ഇവിടെ. ഇതിനെന്താ പറയാ, ഇതിനെന്താ പേര് പറയുമല്ലോ? എനിക്കറിയില്ല.
അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആൾ സെറ്റ് ചെയ്യാനുള്ള നമുക്ക് കാര്യം ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ പോയിട്ട് ചുറ്റി വരാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവും. ഇതാണ് വോഡാഫോൺ. നാട്ടിലത്തെ വോഡാഫോൺ അല്ല, UK വോഡാഫോൺ. ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു രണ്ടും ഒന്നാണെന്നൊക്കെ. പക്ഷെ രണ്ടും രണ്ടാണ്. അങ്ങനെ അവിടെ ഒരു പപ്പറ്റ് ഷോ ഉണ്ട്. പപ്പറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനങ്ങനെ തന്നെ പറയാം. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ ഇത് മിഠായി ഷോപ്പ്. മിഠായി ഉണ്ടാവും. കൈ ഞാൻ മുറുക്കി പിടിച്ചിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു ഓട്ടോ. ഇവിടെ അങ്ങനെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഏകദേശം ഷോപ്പിംഗ് സെന്റർ വരുന്നത്. ഇവിടെ ഇത് സൂപ്പർ ട്രക്ക്. ഇതിനുള്ള അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നില്ല, അങ്ങോട്ട് പോയില്ല, അതിനുള്ളിലേക്കൊന്നും പോയില്ല. ഇവിടെ ഇങ്ങനെ വന്ന് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഇവിടെ നമ്മൾ എന്തിനാ വന്നു? ആ പ്രൈമാർക്കിൽ വന്നിട്ട് H&M വന്നിട്ടുണ്ട്. ഓ ബർത്ത്ഡേക്കോ? എന്താ ചെയ്യാ, ഞാനെന്നാ കടയിൽ കയറിയിട്ട് തന്നെ അല്ല. വഴി കൂടെ ഏതൊക്കെ അറിഞ്ഞിട്ട് പോകുന്ന ഒരു കുട്ടിയാണ്. ഇവിടെ ഒരു മസാജിങ് ചെയർ ഉണ്ടടി. നീ എന്തിരിക്കണ്? ഇരിക്കണോ? ഇരിക്കണായിരുന്നു. ചെയ്ത് തരും. ഇതാണ് മസാജിങ് ചെയർ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധനം തന്നെ. മാറ്റമൊന്നുമില്ല. അത് ഒരു പൗണ്ടൊന്നും. ഇതാണ് പ്രൈമാർക്കിന്റെ ഉള്ളിൽ. ഇതാണ് ഇവിടുന്ന് നമ്മള് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ വിത്ത് ലവോ അത് കണ്ടാൽ മതി. ഐഫോൺ 19 ഇരിക്കും. എന്നിട്ട് എന്താ നല്ല റേറ്റ് ആവുന്നതാണ്. അങ്ങനെ ഇറങ്ങി ഇതിലും കയറി. സൂപ്പർ ഡ്രൈല്ലേ. ഞാൻ ഇവിടുന്ന് ആ ഒരു ജാക്കറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പച്ച ജാക്കറ്റ് ഇല്ല എന്റെ, അതിൻ്റെ ഉള്ളിൽ വാങ്ങിയതാ. ഇതിന് JD ഷൂസിന്റെ. ഇതിന്റെ ഉള്ളിൽ അവിടെ പോയി നോക്കി. ഷൂസോ? ഞാൻ ഭയങ്കര റേറ്റ് ആയിരിക്കല്ലോ. അതെ, നമ്മളിങ്ങനെ സാധാരണക്കാരിങ്ങനെ കടകളൊക്കെ കയറും, ജസ്റ്റ് ഇങ്ങനെ നോക്കും, ഇറങ്ങും അല്ലേ. പൈസ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി വാങ്ങും. നമ്മള് പാവങ്ങള്. No, we are in the fasting. Thank you. ഈ ഐസ് സ്റ്റോർ ഓർമ്മ ഉണ്ടോ? ഇവിടെയാണ് മറ്റേത് വാങ്ങിയത് നമ്മള്. ടാബ്. അതിന്റെ അപ്പുറത്ത് വേറെ കട ഉണ്ട്. ഫുള്ള 30% ഓഫ് ഉണ്ട്. അതെ അതെ. അങ്ങനെ കുറച്ച് നടക്കാണ്ട്. ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറിയത്. ഇവിടുന്ന് വർക്കിന് വേണ്ടിട്ട് ഷൂ വാങ്ങിയത്. റിവർ ഐലൻഡ് ഷോപ്പിംഗ്. ഡ്രസ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഷൂ വാങ്ങി. വെറും വേസ്റ്റ് വർക്കിന് വേണ്ടിട്ട്. ഈ ഡ്രസ് അതെ, ഇപ്പൊ ഇടുന്ന ഹുഡിയില്ലേ. ഫ്ലവർ ഷോപ്പ്. ഇതോ ഇവിടെ നീ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ? ഓ, നമ്മളെ H&M വന്നിട്ടുണ്ട് അല്ലേ. ഇതിവിടെ ഈ H&M ആദ്യം പുറത്തായിരുന്നു, ഇപ്പൊ അവർ ഉള്ളിലേക്കാക്കിയതാ. ഇത് ഫ്ലവേഴ്സിന്റെ ഒരു ഷോപ്പ്. അത് മതിയോ? ഒക്കെ കണ്ട് ഇങ്ങനെ പോവാ. ഏതിന്? ഇത് നമ്മള് ഇതിപ്പോ വാങ്ങിക്കാനേ ഉപകാരമല്ലടി, വെറുതെ അവിടെ കൊണ്ട് വെക്കണ്ട. ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഇതാണ് H&M. ഇവിടുത്തെ നോർത്ത് നാട്ടിലെ H&M. അങ്ങോട്ട് വഴി പോക്കർ അതിലാണ് പോകേണ്ടത്. നമ്മുടെ റൂട്ട് ഇതിലാണ്. നമ്മൾ വഴിതെറ്റി പോകാൻ പാടില്ല. ഓക്കെ, ഇന്ന് ജസ്റ്റ് നമുക്ക് മേലെയൊന്നും പോയില്ല കേട്ടോ. ജസ്റ്റ് താഴത്തു കൂടെ അങ്ങനെ ഇറങ്ങിയതാ. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിലേക്ക് വന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എവറിത്തിങ് ഈസ് ക്ലോസ്. സമയം 2:30 ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയി. ഇവിടെ നോർമലി ഉണ്ടാവേണ്ടതാണ് ഇങ്ങനെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. ബട്ട് അല്ല, ഇവിടെ കുറേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഈ ഷോപ്പുകളിലൊക്കെ. അത് വാട്ടർ ഡാൻസ് തോന്നാറില്ല. നമുക്ക് പോയി നോക്കാം. പക്ഷെ ഇന്ന് ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇത് ജസ്റ്റ് ചായയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇംഗ്ലീഷ് ഫുഡ്സാണ്. ഇതൊന്നും നമുക്കൊന്നാമത് വേണ്ടല്ലോ. ഞാൻ റമദാൻ മാസമുള്ള ടൂർ പോകണമെന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഫുഡ് കഴിക്കണ്ടല്ലോ. പട്ടിക്കുട്ടികളെ ഒന്നോട്ടെ, നീ എന്തിനാ അതിൻ്റെ പിന്നാലെ പോണു? പട്ടിക്കുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ ക്യൂട്ട് തുടരണം എന്നൊക്കെ പറയുന്നത്. അതിന് അടുത്ത് കൂടെ അങ്ങോട്ട് പോയാൽ മതി. ആർത്ത് പിടിച്ചിട്ടൊരു ഓട്ടമാണ്. നമ്മളിനി അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഇന്ന്
നമ്മൾ വന്ന കാര്യം എന്തായാലും ചെറുതായിട്ട് ഇതായി. കാരണം അവിടെ ഒരു ഷോപ്പ് കണ്ടോണ്ട് തന്നെ അവിടുന്ന് പോയിട്ട് നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ വാങ്ങാം. പറ, കയ്യിലൂടെ ഓടുവോ? നീ ഓടിക്കോ, ആ കുട്ടി ഓടുന്നുണ്ട്. അത് താഴും, ആള് പോകുമ്പോ താഴും. ആള് പോയി വന്നു കഴിഞ്ഞാൽ അത് ഓണാവും. ഇങ്ങനെ ഓടിപ്പോ. നീ ഓടിക്കോ, പോയി നടന്നോ. അതുകൂടെ നടന്നത് നിക്കുവേ, ഓട്ടോമാറ്റിക്കലി നിക്കും. അത് ഇതാവില്ല. വെള്ളത്തിന്റെ അവിടെ പോയി ഇരിക്കല്ല. അത് ആ കുട്ടി നടന്നിട്ടാണ് അത് ഓണാവാത്ത. അത് വെള്ളം കഴിഞ്ഞു തോന്നുന്നു പാവം. ഐഫാ ഓടിക്കോ. ഇല്ല, അതില് വേറെന്തോ റെഡ് കളറൊക്കെ വരുന്നത്. ലൈറ്റ് ഇട്ടതൊക്കെ. ഇത് വലിയ വെള്ളച്ചാട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ അല്ലേ. ഇതെന്താ നോക്കിയേക്കണ്? പോവാ എന്നാ. നോക്കി നോക്ക്. അത് ആ കുട്ടിയെ കൂടെ ഓടിയിട്ടേ മൊത്തം നിന്നു. ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് തോന്നുന്നു. ഇത് രാവിലെ ഉറങ്ങിണീക്കണ സമയത്ത് ട്രബിൾ ഇല്ലേ? എണീക്കാറില്ലേ? അത് ഞാൻ നീപ്പിക്കണോണ്ടല്ലേ. ഞാൻ നോക്കട്ടെ വെള്ളം. ഞാൻ നടുവില് നിക്കാം. ഇത് സെൻസർ അടി മൊത്തം. നടുവില് നിക്കാം. ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം സെൻസറാണ്. ഇത് ഫുള്ള് ഇങ്ങനെ പൊന്തണം. നോക്കിക്കോട്ടെ, കാല് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കാവുന്നില്ല. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്ത് വെള്ളം വരുമോ? വെള്ളം പൊന്താത്തേ. അവിടെ പോകുന്നുണ്ടേ, അവിടെ പോകുന്നുണ്ടേ. വേണ്ട, കളിച്ചോ? അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യും. വീഡിയോ ആൾക്കാര് ഫോട്ടോസ് എടുക്കാനോ? അതിങ്ങനെ ആൾക്കാർ വന്നും പോയും കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? എന്തായാലും ഒരു ഈവനിങ് വാക്ക് പോലെ ആയില്ലേ നാട്ടില്. കാരണം സൂര്യനൊന്നും ഇല്ല, കുറവാണ്. വെയിലുണ്ടെങ്കിൽ കൂടി നല്ല തണുത്ത കാറ്റില്ലേ? ചെറുതായിട്ട് ഇങ്ങനെ വേണ്ട. ഹൈഫ ഒന്ന് ഭയങ്കര ഇതിലാ വന്നിക്കണത്. എങ്ങനെയാ വന്നിക്കണത്? കാറിലോ? ഇവിടെ പിന്നെ കുറെ എന്താ പറയാ, കാസിനോസും അതുപോലെ തന്നെ ബെറ്റിംഗ് ആപ്പുകളും ബെറ്റിംഗ് ഷോപ്പുകളും കുറെ ഉണ്ട്. അവിടെ എല്ലാം അലൗഡ് ആണ്. കാശ് പോണ വഴി അറിയില്ല. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് ഈ നേരെ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. ഇവിടുത്തെ അവിടെ ബസ് അതിനുള്ള മൊത്തം ബസ് സ്റ്റേഷൻ. അവിടെയാണ് ഫുള്ള് ബസ്സുകളും കാര്യങ്ങളൊക്കെ നിർത്തുക. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ഇല്ല, അത് ജസ്റ്റ് വെറുതെ വെച്ചിക്കണത്. അത് ഇതാടി വേസ്റ്റ് പിന്നല്ല. അത് അങ്ങനെ അതിന്റെ ഒറിജിനൽ ഉണ്ട്. അത് ഒറിജിനൽ അല്ല. ഇതാണ് ബസ് സ്റ്റോപ്പുകൾ. ഇവിടെ കുറെ ബസ് സ്റ്റോപ്പുകൾ നടത്തി ബസ്സുകൾ. പണ്ടൊക്കെ പണിക്കൊക്കെ പോകുമ്പോൾ ഇതെവിടെയൊക്കെ വന്ന് നിൽക്കുക. ഓരോ സ്റ്റോപ്പുകളുണ്ട്. ഓരോ സ്റ്റോപ്പുകളും ഇപ്പോൾ ഇതാണ്ട് ഇവിടെ 4 ബസ് നിൽക്കുന്നുണ്ടാവും. ഇവിടെ നിൽക്കുന്നത് മൊത്തം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയിരിക്കും. ഇവിടെ എല്ലാവർക്കും മൊത്തം ഇത് യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന ബസ്സാണ് ഈ സാധനം. സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ബസ്സാണ്. അപ്പോൾ ഇവിടെ നിർത്തി നമുക്ക് നേരെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇവിടെയൊക്കെ നടന്നു. നമ്മളെന്തായാലും വന്നല്ലേ. കാസ്പാസ് കുറച്ച് ദിവസം അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ആ ഒരു ഷോപ്പ്. കാസ്പാസ് അവിടെ കാണുന്നത് ഡെസേർട്ട് ഷോപ്പ്. അത് കുറച്ച് ദിവസത്തിന് ശേഷം അവിടെ തുറന്നിട്ടുണ്ട് വീണ്ടും. ഐഫയ്ക്ക് അത് കണ്ടതും ഭയങ്കര സന്തോഷം. ഇന്ന് രാത്രി മിക്കവാറും ഇന്നേയും കൊണ്ട് അങ്ങോട്ട് വരും തോന്നുന്നു. അത് വെറുതെ തുറന്നിട്ട് തോന്നുന്നു എനിക്ക്. ചിലപ്പോൾ വല്ല പഴയ സ്റ്റോക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുറന്നായിരിക്കും. നമ്മൾ വന്നല്ലേ, കുറച്ചേരായിട്ട് ഇരുന്നാലോ? ഇരുന്നിട്ടൊക്കെ പോയല്ലോ. പോയിട്ട് തിരക്കുണ്ടോ? മറ്റേ സ്ട്രിപ്പ് പോയി ഒന്ന്. ഏതൊരു സ്ട്രിപ്പ് പോയി വാച്ചിത്തെ. അത് നോക്കാം. സ്ട്രാപ്പിൻ്റെ മറ്റേതുണ്ടല്ലോ അറ്റാച്ച് ചെയ്യുന്ന, അത് പോയിക്കണം. എവിടെ എത്തി നമ്മൾ? ഇവിടെ അല്ല, അതിൻ്റെ ഉള്ളിൽ പോയിരിക്കും. ഞാൻ ആദ്യമായിട്ട് UK വന്നിട്ട് ഫോട്ടോ എടുത്തത് എവിടെ നിന്നാണ്?
അവിടെ വന്നിട്ട് മറ്റേ പാന്റും കുപ്പായിട്ട് ഞാൻ എൻ്റെ ജീൻസിൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഈ ഒരു ലൊക്കേഷൻ എടുത്തത് അന്ന്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഫസ്റ്റത്തെ ഇൻസ്റ്റാ പോസ്റ്റ് കണ്ട് അറിയാൻ പറ്റും എനിക്ക്. ഇവിടെയാണ് ഞങ്ങളങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ വന്നിട്ട് കുറച്ച് നേരം എല്ലാവരും പാടെ ഫ്രണ്ട്സൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ പോയി നേരെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇരുന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് ഇരുന്നിട്ടൊക്കെ മെല്ലെ പോകണം. വന്ന് പാർട്ട് ടൈം അല്ലേ, ആകെ 20 hours ഉള്ളൂ ഷിഫ്റ്റ്. ആ ആഴ്ചയിൽ 2 ദിവസം പണി ഉണ്ടാവും. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ എന്താ ഇവിടെ കറയൊന്നും കുഴപ്പമില്ല. ആടുന്നു ഇങ്ങനെ വന്നിരുന്നിട്ട് ഇവിടെ അങ്ങനെ ഇരുന്ന് കുറേ സംസാരിക്കും. ബാക്കിലുള്ള മറ്റേ പ്രാവുകൾ ഇങ്ങനെ ഉണ്ട്. ഇവിടെ കുറേ പരിപാടി പ്രാവുകൾ ആൾക്കാരിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അതിന്. അതിങ്ങനെ വന്ന് കൊത്തുന്നുകൊണ്ടിരിക്കും. കുറേ ആൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടൊക്കെ ഇരിക്കും. ഇവിടെ ഇരുന്നതിന് എന്താ പറയുക, സമയം പോകണമെന്ന് അറിയില്ല. കാരണം കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊണ്ടും വന്നിട്ടും ഇരിക്കുന്നതുകൊണ്ടോ ഫുള്ള് എപ്പോഴും തിരക്കാണ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ രാത്രി വരുമ്പോൾ കണ്ടിട്ടുണ്ടോ ഇവിടെ മൊത്തം കാലില്ലേ, ഒരു മനുഷ്യനില്ലല്ലോ, കുറവല്ലേ. ഇവിടെയുള്ള ആൾക്കാർ അധികം ഡേ ടൈമേഴ്സാണ്. നൈറ്റിന് ഇംഗ്ലീഷുകാർക്ക് വീട്ടിൽ കയറണം, പുറത്തിറങ്ങില്ല. ആകെയുള്ള വീക്കെൻഡിൽ വരുന്നില്ലേ പബ്ബിലേക്ക്, ഇങ്ങോട്ട് നിൽക്കും. ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ നമുക്ക് ബാക്കിൽ നിന്ന് പ്രാവള് പറന്നുകൊണ്ടോ. അത് ഇവിടെ ഫുൾ ടൈം ഉണ്ടാകുന്ന സാധനമാണോ അത്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് അങ്ങനെ വിട്ടാലോ? കുറച്ച് കഴിഞ്ഞിട്ട് പോലെ. അപ്പോൾ ഞങ്ങളെന്തായാലും ഇപ്പോൾ അടുത്ത് ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ വിളിക്കാം. അല്ല വിളിക്കല്ല, വരാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ലൈഫിൻ്റെ അല്ലേ. അങ്ങനെ ഏകദേശം എന്തായി ടൗൺ സെൻ്ററൊക്കെ ചുറ്റി. ഓപ്പൺ മാർക്കറ്റ് കാണാൻ പറ്റാത്ത സങ്കടം ഉണ്ട് ചെറുതായിട്ടില്ലേ. ഞാൻ കണ്ടത് ഞാൻ അവിടെ പോയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് അത് കൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് പോയിട്ട് കാണാനൊരു പ്രത്യേകതയാണ്. കാരണം എല്ലാ തരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ല കൊട്ടയിലുള്ള പോലെ കുറച്ച് റേറ്റ് കുറവായിട്ട് ഇങ്ങനെ ഉണ്ടാവും. എന്ത് പറ്റി? മഴ പെയ്യുന്നില്ല, തുടങ്ങിയുള്ളൂ. ക്ലൈമറ്റ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മളൊന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു. അത് പ്രതീക്ഷിക്കാൻ നടന്നു വരുമ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി. ഇനി ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രതീക്ഷിച്ചിട്ട് എങ്ങോട്ടും പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതാണ് ഒരു മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവിടുത്തെ. ഏകദേശം എത്താനായി. അവിടെയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. ആ പോണ വഴിക്ക് അവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം. ഓക്കെ, ഫ്രൂട്ട്സ് എന്നൊക്കെ പറയും, എന്നിട്ട് ഒന്നിലും കഴിക്കുക, ഒന്നും കഴിക്കില്ല. എന്താ കഴിക്കുക? ഫ്രൂട്ട്സ്. അതെ, മറ്റേ ഫ്രൂട്ട്സ് ഇങ്ങനെ മറ്റേ നൂഡിൽസ് പോലെ ആക്കിയിട്ട് എന്നിട്ട് മറ്റേ ബുൾഡോക്കിൻ്റെ പാക്കറ്റിൽ കൊടുന്നതിനാ അല്ലേ? അതല്ല എൻ്റെ ഫ്രൂട്ട്സ്. അതന്നെ കേരള സ്റ്റോർ. അതിനെ നേരത്തെ പറഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒന്നും, വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ അന്ന് കാണിച്ച പോലത്തെ കടയാണ് സേവേഴ്സ്. ഇവിടെയൊക്കെ പോയ റേറ്റ് കുറവായിരിക്കും ഓരോ ഐറ്റംസിനും കാര്യങ്ങൾക്കൊക്കെ. ഇവിടെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ചില ഷോപ്പുകൾ സെയിം ഐറ്റം തന്നെ ആയിരിക്കും, പക്ഷെ പല ഷോപ്പിലും പല റേറ്റ് ആയിരിക്കും. ഒന്നും ഫിക്സ്ഡ് റേറ്റ് അല്ല, മനസ്സിലായി? അതാണ്ട് അവിടെ കാണുന്നത്, എവിടെ അത് കാണില്ല, അതാണ് പോൺ സ്ട്രെച്ചർ. ആ കാണുന്നത് അവിടെ പോൺലാൻഡ് പോലത്തെ ഒരു ഷോപ്പ് തന്നെ. ഐഫോണുകൾ എറിയാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഇവിടെ. ഇവിടെ നിന്ന് ഐഫോൺ എല്ലാവരുടെ കയ്യിലുള്ള സാധനമാണ് ഈ ഐഫോൺ. ഇവിടെ നാട്ടിലൊക്കെ ആകുമ്പോൾ കുറവല്ലേ, അവിടെ മറ്റേ ആൻഡ്രോയിഡ് ഫോൺസ് അല്ലേ കൂടുതലുണ്ടാവുക. ഇപ്പോൾ ഒക്കെ മാറി മാറി വരുന്നുണ്ടോ. ഈ കട തന്നെ വാങ്ങാം. നേരിട്ട് കാണുന്ന കടയിൽ നിന്ന് ഫ്രൂട്ട്സും വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ് അല്ലേ? നേരെ തിരിക്കല്ലേ? ഇന്ന് എന്തൊക്കെയാണ് വേണ്ട എനിക്ക്? ആദ്യം ഫ്രൂട്ട്സ് വാങ്ങും, നോക്കാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങി, വെജിറ്റബിൾസും, പിന്നെ മുളക് ബജിക്കുള്ള നല്ല മുളകും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ നോമ്പ് തുറ സിനുവിൻ്റെ കൈകളിലാണ്. ബജിയും കോളിഫ്ലവർ പൊരിച്ചൊക്കെ തരാൻ വേണ്ടിട്ടുണ്ട്. അങ്ങനെയല്ലേ? നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ ഒന്ന്? അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. എന്നെ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ വൈൻഡപ്പ് ആക്കിയിട്ട് മെല്ലെ വീട്ടിൽ പോകാൻ വിചാരിച്ചതാണ്. സമ്മതിക്കൂല അല്ലേ? എപ്പോഴെങ്കിലും വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഷോപ്പ് കണ്ടുവയ്ക്കും. എന്നിട്ട്
നൈസായിട്ട് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് മാക്സ് ഉണ്ട് അതൊന്നും ഒന്ന് കാണണം. നാട്ടിലത്തെ മാക്സും ഇവിടുത്തെ മാക്സും ഒന്നാണ് പറഞ്ഞിട്ട് വരുന്നു. രണ്ടും രണ്ടാണ്. അതന്നെ അതുകൊണ്ടാണ് കാണണം പറഞ്ഞു. ഒന്ന് കാണാം. ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്ന് കാണിച്ച് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. കാണിച്ചു തരല് മാത്രമേ ഉള്ളൂ കേട്ടോ. ഷോപ്പിംഗ് ഒന്നും ഇല്ല. ഹോം ബാർഗെയിൻ. ആ കയ്യെ മുറുക്കത്തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടൊന്നും ഇത് മറ്റേ ഈ കണ്ണൊക്കെ നമ്മൾ മൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. എന്നിട്ട് പറയുന്ന കടയ്ക്ക് മാത്രം കൊണ്ട് എത്തിച്ചു കൊടുക്കുക. അതാകുമ്പോൾ പിന്നെ വേറെ എങ്ങോട്ടും പോകില്ല. പാർക്കിംഗ് ചെയ്തിട്ട് കുറേ നേരമായി വണ്ടി. തിരിച്ചെടുക്കൊന്നും വേണ്ടേ? 2 മണിക്കൂറില്ലേ? എല്ലാം നോക്കി വെച്ചിക്കണേ. ഫ്രീ പാർക്കിംഗ് അത്രയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ അത്ര നേരം നിൽക്കണമെന്നില്ലല്ലോ. നമ്മൾ എന്തിനാ നമ്മുടെ വിലപ്പെട്ട സമയം ഇവിടെ കളയുന്നത്? ആ സൈഡ് നടക്കാം, ഈ സൈഡ് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ഈ വണ്ടികൾ ഇങ്ങനെ വരും. നമ്മള് റോഡിൽ കൂടെ അങ്ങോട്ട് നടക്കാനും പറ്റില്ല. അവിടെ കണ്ടില്ലേ, അവിടെ ഇത് കടന്നുകൊണ്ടിരിക്കാണ്. അവിടെ ഒറ്റയ്ക്കല്ല നടക്കണത്. ആ പെണ്ണ് ബുദ്ധിയുണ്ട്, അനക്ക് ഇല്ലല്ലോ ഐഫാ. വെറുതെ പറഞ്ഞിട്ട് ടെൻഷൻ ആവണ്ട. അവിടെ ഉണ്ട്, അവിടെ മൊത്തം മറ്റേ സ്കഫോൾഡിങ് മൊത്തം മറ്റേ ഇത് വെച്ചിരിക്കണ് ആ ഏരിയയിൽ. അതുകൊണ്ട് നമ്മൾ അതിൽ കൂടെ നടക്കുന്നത് റിസ്ക്കാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ള ഉണ്ടായിരിക്കും അവരങ്ങനെ വെച്ചിട്ടുണ്ടാവുക. നമ്മളത് ശ്രദ്ധിക്കണം. അതുണ്ടാവും, കുറേ മണ്ടന്മാർ തുറന്നു വെച്ചായിരിക്കും. അപ്പോൾ ഇതാണ് നോർത്ത് ഹൗണ്ടിലെ TK മാക്സ്. ഇനി ഇത് ഞാൻ ഇവിടെ കയറിയില്ല. ഞാൻ ഇതിൻ്റെ മിൽട്ടൺ കെയ്ൻസിലുള്ള ഒരു ഔട്ട്ലെറ്റിലാണ് കയറിയിരിക്കണത്. അന്ന് എന്തിനാ ഡ്രസ് എടുക്കാൻ എന്തിനാണ് പോയതാണ്. ഇവിടെ ആദ്യമായിട്ടേ വരുന്നത്. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം അല്ലേ? TK മാക്സ് നോർത്ത് ഹൗണ്ടിന് അത്യാവശ്യം വലിയൊരു കളക്ഷനാണ് ഇവിടെ ഉള്ളത്. എങ്ങോട്ടാ? കാണാൻ വേണ്ടി വന്നാൽ നമ്മൾ കാണുകയാണ്. അതെ, കാണുകയാണ്. എല്ലാം നോക്കി വെക്കുകയായിരിക്കും അല്ലേ? ഇന്ന് കണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്ന് എന്നെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ഇന്ന് ഞങ്ങൾ കാണാനല്ല വന്ന്, ഇന്ന് വാങ്ങാനാ വന്നല്ല പറയണല്ലേ. വേഗം നോക്ക്. എടി ഈ ഒരു ഏരിയ അല്ല, അങ്ങോട്ട് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയി നോക്കാം. ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ അത്യാവശ്യം കാണാനൊക്കെ. എന്തായാലും ഞങ്ങൾ മൊത്തമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കട്ടെ. റൗണ്ട് അടിച്ചിട്ടൊക്കെ വരാം അല്ലേ സീനോ? നമുക്ക് റൗണ്ട് അടിച്ചിട്ട് ഇനി വന്നാൽ പോരെ? ഷോപ്പൊക്കെ കണ്ടില്ലേ? ഇഷ്ടമായോ? ഷോപ്പ് അത്യാവശ്യം നല്ല വലിയ ഷോപ്പാണ്. കുറേ എല്ലാം ഉണ്ട് അവിടെ. കിഡ്സിൻ്റെ ഉണ്ട്, പിന്നെ കുറേ ഫേഷ്യൽ ഐറ്റംസ്, അതായത് മേക്കപ്പ് സെറ്റും കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ഉണ്ട് അല്ലേ? അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഞാൻ അധിക നേരം ഹൈഫിൻ്റെ അവിടെ നിർത്തിയില്ല. പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞു. അതിൽ ചെറിയൊരു വിഷമമുണ്ട് തോന്നുന്നു മുഖത്ത് അല്ലേ? എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും വരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇവിടുത്തെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കയറിയിരിക്കണത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും ശരിക്കും നിർത്താൻ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബായ്.